ഫ്രാങ്ക്ലിയാക്കാനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എനിക്കൊരു സൈക്കിളൊക്കെ എടുത്തരണം. എത്ര നേരം വെച്ചിട്ട് കടയിൽ പോയിട്ട് നടന്നു വന്ന് ഒരാളെ ലിഫ്റ്റ് തരുന്നില്ല. മാറി നടക്ക, അല്ലെങ്കിൽ ആരെങ്കിലും തെറിപ്പിച്ചിട്ട് പോവേ. എന്നെ കാണുന്നോണ്ടില്ല വണ്ടിയിൽ പോയാല്. ഇവിടെ എവിടെന്നാലും ഒരു ലിഫ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോക്കായിരുന്നു. ഇതൊരു തെണ്ടിയാല് ലിഫ്റ്റും തരുന്നില്ല. ഞാൻ എത്ര ദൂരം നടക്കണ വെച്ചിട്ടാ. എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല. ഇന്നത്തോടെ ഞാൻ കടയിൽ പോക്ക് നിർത്തി. ഇനി ഫ്രാങ്ക്ലിയാക്കാണ്ട് പോട്ടെ. ബോസ് പറഞ്ഞനുസരിച്ച് ഇവിടെ കൊണ്ടാണ് നമ്മള് ഫ്രാങ്ക്ലിന്റെ വീട്. ഫ്രാങ്ക്ലിൻ എന്നത്തോടെ തീർക്കും. കുറെ കാലയോനെ നമുക്കിട്ട് പണിയാണ്. ഇന്നത്തോടെ റെഡ് ഗാങ് ആരാന്ന് ഓനക്ക് കാണിച്ചു കൊടുക്കും. വയലറ്റ് ഗാങ് ആരാന്ന് ഓനക്ക് കാണിച്ചു കൊടുക്കും. ഇത് മറ്റേ ഷിൻജാനല്ലേ ഫ്രാങ്ക്ലിന്റെ കൂടെ നടക്കുന്നേ? ആ ചോട്ടാ, എനിക്ക് ലിഫ്റ്റ് തരുമോ? എന്റെ വീട് ഇവിടെ അടുത്താണ്. എടാ, നീ ആ ഫ്രാങ്ക്ലിന്റെ ആരോണ്ടല്ലേ? അതന്നെ, ഫ്രാങ്ക്ലിയാക്കന്റെ മാമനാണ്. കാക്കാക്ക് അറിയല്ലേ ഫ്രാങ്ക്ലിയാക്ക ആരാന്ന്? ആടാ, എനിക്കറിയാം. എന്റെ വീട്ടിലേക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്തരും. എന്റെ വണ്ടി വന്ന് കയറി. എന്റെ വീടൊക്കെ നമുക്ക് അറിയണല്ലേ? എനിക്കറിയില്ല എവിടെയാണ് എന്റെ വീട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കാക്ക, വണ്ടി എടുത്തോ. നീ വന്ന് വണ്ടി കയറി. ഇത് തന്നെ പറ്റിയ ടൈം. ഫ്രാങ്ക്ലിനെ കിട്ടിയില്ലെങ്കിൽ ഇവനെ തട്ടിക്കൊണ്ടു പോവാ. അതന്നെ, ഫ്രാങ്ക്ലിയാക്കാന്റെ വീട്ടിലേക്ക് ഇങ്ങനെ തന്നെ പോവാ. എന്നെ നേരെ പോയിക്കൂട്. കരിയാടാ. അത് അവിടുന്ന് ലെഫ്റ്റിക്കുള്ള വളവ് എടുത്തോട്ടെ. ഈ വീട്ടിൽ ഇതാണ് ഫ്രാങ്ക്ലിയാക്കാന്റെ വീട്. ഇതാണ് ഞങ്ങളെ വീട്. ഇതാണല്ലേ നിങ്ങളെ വീട്? എന്നാ പിടിച്ചിരുന്നോട്ടാ, ഞങ്ങളുടെ ഇറക്കാൻ പോവാണ്. ഓക്കെ ചേട്ടാ. എന്നാ ഇനി മറന്നേക്കടാ, ഫ്രാങ്ക്ലിയാക്കാനെ വീടിനെ മറന്നേക്ക്. നമുക്കൊരു സ്ഥലം വരെ പോയിട്ട്. അയ്യോ, ഫ്രാങ്ക്ലിയാക്ക എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോണേ, രക്ഷിക്കണ ആരെങ്കിലും. ചെറുക്കനൊരു സ്ഥലത്തേക്ക് പറഞ്ഞേക്കാൻ പറ്റില്ലേ? കടയിൽ പോയിട്ട് 2-3 മണിക്കൂർ അവനായി. ഇതുവരെയായിട്ട് വന്നിട്ടില്ല ചെറുക്കൻ. ബൈ ദ വേ, നിങ്ങളെ വരണ വരെ ചാനൽ അതിലെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ജസ്റ്റ് 1 ലൈക്ക് എങ്കിലും തന്നേക്ക്. വീഡിയോക്ക് ഒരു ജസ്റ്റ് ഒരു 1 ലൈക്ക് അടിച്ചേക്ക് ഗൈസ്. റോഡ് ടു 50 ലൈക്സ് ആണ് ടാർഗറ്റ്. ഓക്കെ. ഷിൻജാൻ എന്താ വരാത്ത? നമുക്ക് ആരും വിളിക്കുന്നുണ്ടല്ലോ. ഇതാരൊന്ന് കോളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കട്ടെ. ഹലോ, ഫ്രാങ്ക്ലിൻ അല്ലേ? അതെ, ഫ്രാങ്ക്ലിൻ തന്നെ. നീ തെരഞ്ഞെടുക്കുന്ന ആളെ നമുക്കറിയാം. ഏതാളെ? നീ തെരഞ്ഞെടുക്കുന്ന നിന്റെ ഷിൻജാനല്ലേ? അതെ, ഷിൻജാൻ എവിടെ? അവന് ഞങ്ങളെ കയ്യിലാണ്. അവന് എനിക്ക് തിരിച്ചു കിട്ടാൻ പോണില്ല. ഓക്കെ, ബൈ. കൂള് കട്ട് ചെയ്താ? ഇവൻ ആരായിട്ട് കളിക്കുന്നത് നമ്മളോടാ? നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്. ഇത് പൊട്ടനാണ്. നമ്മൾക്ക് ഈ നമ്പറായിട്ട് വിളിച്ചിട്ട് അവനെ കിട്ടാൻ പോണില്ല. നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്. ഈ നമ്പർ ട്രാക്ക് ചെയ്ത് അവൻ്റെ ലൊക്കേഷനിൽ കയറി നമ്മൾ പോകും. അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ടേ അവൻ്റെ അടുത്തേക്ക് പോവാം. അവൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. നമുക്ക് ആ നമ്പർ ഒന്ന് ട്രാക്ക് ചെയ്തിട്ട് അവൻ്റെ വീട്ടിൽ എവിടെ കയറിയിടിക്കോനെ. ഞാൻ എൻ്റെ ഷിൻജാനെ തട്ടിക്കൊണ്ടാൽ മാത്രമായ നമുക്ക് എന്തായാലും അവൻ്റെ അടുത്തേക്ക് നേരെ പോവാ. പിന്നെ നമ്മൾ പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയുണ്ട് കേസ്? ചെറുതായിട്ട് റോൾസ് റോയ്സിൻ്റെ കട്ടൊക്കെ ഉണ്ടല്ലേ? വെറുതെ പറഞ്ഞാണ്. റോൾസ് റോയ്സ് ആണ്. എന്തൊക്കെ ഒരു റോൾസ് റോയ്സ്, ഏതൊരു പഴയ വണ്ടിയാണ്. ഇക്ക് കണ്ടപ്പോൾ ചെറിയ റോൾസ് റോയ്സിൻ്റെ കട്ട് വന്ന് ഇപ്പോൾ വാങ്ങിച്ചാണ് കേസ്. അല്ലാണ്ട് റോൾസ് റോയ്സിന് പറഞ്ഞിട്ട് വാങ്ങിച്ചൊന്നല്ല കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും അവൻ്റെ വീട്ടിലോട്ട് പോവാം. ഇവിടെ അടുത്ത് തന്നെയാണോ അവൻ്റെ വീട്? ഈ കയറ്റം കയറിയാൽ ആ വളവ് കഴിഞ്ഞാലുള്ളതാണോ അവൻ്റെ വീട്. നമ്മൾ ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അത് വേറെ ആരല്ല, മറ്റേ വയലറ്റ് ഗാങ്ങും ഗ്രീൻ ഗാങ്ങും കൂടിയിട്ടേ നമ്മളെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്ലാനാണ്. നമ്മളെ ഷിൻജാനെ അവർ പിടിച്ചോണ്ടേ നമ്മൾ എന്തായാലും അങ്ങോട്ട് തപ്പിപ്പോവില്ലേ. അപ്പം നമ്മളവിടെ വെച്ച് കൊടുക്കാനുള്ള പ്ലാനിലാണ് അവർ. അപ്പോൾ അവർ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോവാം. അതിനുള്ള ഗണ്ണും സാമാനങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. എടുത്തിട്ടാണ് നമ്മൾ പോണത്. അവിടെ പോയിട്ട് അവർ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഷിൻജാനെ പിടിച്ചോണ്ടാൽ മാത്രമായ അവരാണ് എന്നെ പിടിച്ചോണ്ടോട്ടെ. എന്നെ പിടിച്ചോണ്ടാൽ പേടിയായതുകൊണ്ടാണ് അവർ ഷിൻജാനെ പിടിച്ചോണ്ടത്. ഷിൻജാനെ പിടിച്ചോണ്ടേ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുമല്ലോ. അപ്പോൾ അവർക്ക് അവിടെ ചിന്ന ട്രാപ്പ് ചെയ്യാം. അങ്ങനെ ഞാൻ അവിടെ ട്രാപ്പ് ആവില്ല. ഗൈസ്, നമ്മൾ ചെറുതായിട്ട് വണ്ടിയൊക്കെ ചേഞ്ച് ചെയ്തായിരുന്നു. വേറെ ഒന്നല്ല, അവിടുത്തെ ഒരു വയലറ്റ് ഗാങ് നമ്മളെ വണ്ടി കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അവർ അറിയിക്കുമല്ലോ, അവർക്ക് വിവരം അറിയിക്കുമല്ലോ. അപ്പോൾ അവർ എവിടേക്കെങ്കിലും മുങ്ങിയാലോ അത് വെച്ചിട്ടാണ് വണ്ടി മാറ്റിയത്. ഇവിടെ ഉണ്ടായിട്ടാണ് അവരുള്ളത്. ലൊക്കേഷൻ നമുക്ക് അധികം കാണിക്കുന്നില്ല. എയർപോർട്ടിലാണ് അവരുള്ളത്. നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് തപ്പി വെക്കാം. ഗൈസ്, മറ്റേ ഗ്രീൻ ഗാങ്ങിന്റെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരേതോ കണ്ടെയ്നറിന്റെ ഉള്ളിൽ നമ്മളെ ഷിൻജാനെ പൂട്ടിച്ചിരിക്കണം. ഗൈസ്, ഞാൻ കുറെ നേരം അവരിവിടെ നിന്ന് വായിച്ച് ചെയ്യണ്. അവരെന്തൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഷിൻജാനെ കണ്ടെയ്നറിൽ പൂട്ടിയേക്കാൻ മാത്രം ആയിടങ്ങളൊക്കെ. നമ്മൾ സ്നൈപ്പർ ആയതുകൊണ്ട് പിന്നെ ഇവർക്ക് എവിടുന്ന് വെടി വരുന്നതെന്ന് അറിയില്ല. പൊട്ടന്മാരും അറിയുന്നില്ല. ഒരുത്തന്നെ തീർത്തത് 2 തീർത്ത്. ഇത് ഗൈസ്, ഇത് അവന്മാരെ വർക്കേഴ്സാണ് കേട്ടോ. അവന്മാരെ ഇങ്ങോട്ടൊക്കെ ഓടി പോവുകയാണ്. ഇത് വേറെ ഒരുത്തൻ. ഇവനെന്തായാലും നമുക്ക് വെടിവെച്ചിടാം. ഇവനാണ് ഇതിൻ്റെ മെയിൻ ആള്. എന്നിട്ട് ഇവർ 2 നമുക്ക് തീർക്കണം. അവൻ തീർന്നില്ല. വണ്ടി പോകണമെന്ന് തീർന്നില്ല തോന്നുന്നു. ഇവൻ എന്താ തീരാത്ത? അവൻ ഹെഡിനിട്ട് കൊടുക്കണോ? ഓക്കെ, എല്ലാത്തിനും തീർത്തിട്ടുണ്ട്. ഇനി ഷിൻജാനെ ഇത് കണ്ടെയ്നറിലുള്ളതെന്ന് പോയി തപ്പണം. ഈ എയർപോർട്ട് ആ ഗ്രീൻ ഗാങ്ങിൻ്റെ ആയതുകൊണ്ട് ഇവന്മാരൊക്കെ ഷിൻജാനെ ചിലപ്പോൾ കണ്ടെയ്നറിലൊക്കെ നടക്കുകയും ഇവൻ എന്തായാലും വെറുതെ വിട്ടാൽ ശരിയാവില്ല. ഇവനോട് നമ്മൾ അടിച്ച് ചോദിപ്പിക്കുക. എന്താ വണ്ടി പോയ ഓട്ടോമാറ്റിക് അവിടെ ഇരിക്കട്ടെ. ഇവനെവിടെ ഓടുന്നു? ഇവനെവിടാ? അവനെ ഓടുന്ന അവിടെ നിൽക്കണമെന്ന ഒരു കാര്യം ചോദിക്കാനാ.
എടാ എവിടെടാ ഷിൻജാന്? ഏത് കണ്ടെയ്നറിലാടാ ഷിൻജാനെ പൂട്ടിട്ടിരിക്കണ്? ഓനെ അറ്റത്ത് ലാസ്റ്റത്തെ കണ്ടെയ്നറിലുണ്ട്. അവിടെ ഉണ്ടോ നീ? ഓനെ പൂട്ടിയിട്ടൊന്നുമില്ല, ഓനെ പുറത്ത് നടക്കുന്നുണ്ട്. ഓനെ വേണമെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ഓടിക്കോ. അയ്യോ ഇന്നെ അടിക്കല്ലേ. ആ എന്നാ ശരി, എനിക്ക് പോയിക്കോ. ഫ്രാങ്കിലേക്ക് ഇത് എവിടെ പോയി കിടക്കണ്? ഇന്ന് ഇതുവരെയായിട്ട് വിളിക്കാൻ വന്നിട്ടില്ല. എന്തായാലും നീ അങ്ങോട്ടേക്ക് തന്നെ പോവാ. ഈ പൊട്ടന്മാരനെ കണ്ടെയ്നറിനുള്ളിൽ പൂട്ടിന്ന് വെച്ചില്ല. എന്തായാലും ഭാഗ്യായി. എന്തായാലും വീട്ടിലേക്ക് പോട്ടെ. അല്ല ഇത് ഫ്രാങ്കിലേക്കല്ലേ? എടാ ഷിൻജാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ആൾക്കാരൊന്നും വിളിച്ച വണ്ടി കയറി വരല്ലേന്ന്. അത് ഞാൻ വണ്ടി കയറ്റിയ ഒന്നുമില്ല ഫ്രാങ്കിലേക്കാ, സോറി. എന്താണ് ഞാൻ നിർത്തിഞ്ഞ് വണ്ടികളിലൊക്കെ കയറി വരല്. അതുകൊണ്ട് എന്താ എയർപോർട്ട് കാണാൻ പറ്റി. എടാ എയർപോർട്ടിൽ ജാഥയായിട്ട് കാണുന്നു. എനിക്ക് ഇന്നോട് പറയാ ഞാൻ കാണിച്ചു തരില്ലേ കൊടുന്നിട്ട്. ഫ്രാങ്കിലേക്കാനാണ് എത്ര കാലമായി പറയണേ. ഇനി പറഞ്ഞിട്ട് കാര്യല്ല, ഞാൻ എന്തായാലും വന്ന് വണ്ടി കയറി. എന്നാ വണ്ടി എടുക്ക്, ഞാൻ വരാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.